രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വ്യൂ കണ്ടാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ആദ്യം ഒരു ഡാർക്ക് പിങ്ക് കളറിൽ, പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളർ, പിന്നെ ഓറഞ്ച്, യെല്ലോ, അങ്ങനെ ആകാശത്തിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് ഈ ഭാഗത്തിൻ്റെയും കളർ മാറും. ഇങ്ങനൊരു വ്യൂ ഉണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ കിട്ടുന്ന ഒരു മനസ്സുഖം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോണത് ആന്ധ്രാപ്രദേശിൽ കടപ്പയിലുള്ള ചിന്മയ മിഷൻ്റെ ഏറ്റവും വലിയ അമ്പലമായ ശ്രീ ലളിത പഞ്ചായത്ന ദേവി അമ്പലത്തിലേക്കാണ്. ഞങ്ങൾ 3:45 ട്രെയിനിന് ചെന്നൈയിൽ നിന്ന് തിരിച്ചു 8 മണിയോടുകൂടി കടപ്പ സ്റ്റേഷനിലെത്തി. 8 കിലോമീറ്റർ അവിടുന്ന് ദൂരെയുള്ള ഈ ദേവിയുടെ അമ്പലത്തിൻ്റെ വ്യൂ ദൂരേന്നേ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കത് ദൂരേന്ന് കാണാൻ പറ്റും. അകത്ത് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ധ്യാനനിരതനായിട്ടുള്ള ശിവഭഗവാന്റെ വലിയൊരു സ്റ്റാച്യു ആണ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ചിന്മയ മിഷൻ്റെ തെലുങ്ക് ബുക്സൊക്കെ പബ്ലിക്കേഷൻ്റെ റൂമാണിത്. റൈറ്റ് സൈഡിൽ ഇതാണ് ദേവിയുടെ മെയിൻ പ്രതിഷ്ഠയുടെ ഫോട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ചിന്മയവാണി എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു റൂമുണ്ട്. ഇതാണ് മുൻവശമായിട്ട് വരുന്നത് അമ്പലത്തിൻ്റെത്. നമ്മൾ അവിടുന്ന് പെട്ടെന്നൊന്ന് തൊഴുതിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് റൂമിലോട്ട് പോവാണ്. അമ്പലത്തിൻ്റെ തന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് അക്കോമഡേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഒരു റൂമിൽ 4 പേര് വെച്ചിട്ടാണ്. വളരെ നീറ്റായിട്ടാണ് റൂംസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ അഭിഷേകമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ താമസിച്ച റൂംസിൻ്റെ വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. 7 മണിയോടുകൂടി അഭിഷേകം തീർന്നു കഴിഞ്ഞിട്ടുള്ള അമ്പലത്തിന് ചുറ്റുമുള്ള വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ശേഷാചലം ഹിൽസ് ആണ്. അതെ, നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ശേഷാചല ഹിൽസ് ആണ്. ഇത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തിരുപ്പതിയിൽ എത്തിച്ചേരാൻ പറ്റും. തിരുപ്പതി ഭഗവാൻ പണ്ട് ഈ മലകളുടെ അടിവാരത്തിലുള്ള ഒരു അമ്പലത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരുപ്പതി മലയിൽ പോയേ എന്നാണ് ഐതിഹ്യം. അപ്പം നമുക്ക് തിരിച്ച് ലളിതാദേവിയുടെ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസിൽ പോകാം. 90 അടി വലിപ്പത്തിലാണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. ദേവിയുടെ പ്രതിഷ്ഠ 9 അടിയിലാണുള്ളത്. പഞ്ചായത്ന എന്നാണ് ഇതിന് പറയണത്. അതായത് 5 പ്രതിഷ്ഠകളുണ്ട്. മെയിനായിട്ടുള്ളത് ദേവിയുടെ പ്രതിഷ്ഠയാണ്. ഈ അമ്പലത്തിൻ്റെ മുൻപിൽ നിന്നിട്ടുള്ള സൂര്യോദയം കാണുന്ന ആ ഒരു വ്യൂ അടിപൊളിയാണ്. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അഭിഷേകം കഴിഞ്ഞിട്ട് ഏറ്റവും ബേസ്മെൻറ്റിനുള്ള അന്നക്ഷേത്ര, അതെ, ഫുഡ് കിട്ടുന്ന സ്ഥലം ഇതാണ് കിച്ചൺ ഇവിടുത്തെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെളിയിലായിട്ടുള്ളിടത്താണ് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. ഏകദേശം 1000 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വലുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നമുക്ക് ഇഡ്ഡലി, സാമ്പാർ, വട, ചട്നി, പിന്നെ ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി, ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ സ്വാമിജിയുടെ പേരാണ് തുര്യാനന്ദ സ്വാമിജി. അദ്ദേഹമാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യം തൊട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ താമസിച്ച് ഈ അമ്പലത്തിൻ്റെ എല്ലാ നടത്തിപ്പും ചെയ്യുന്നത് അദ്ദേഹമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പോയത് ഇവിടുത്തെ പശുത്തൊഴുത്തിലാണ്. അവിടെ കിട്ടിയ ചായയും കാപ്പിയും ഒക്കെ ഇവരുടെ പാലിൽ നിന്നുള്ളതാണ്. 4 വലിയ പശുക്കളും 4 കുട്ടി കിടാങ്ങളും കൊണ്ട് അതിലൊരാളിതാ ഈ ബ്രൗൺ കളറിൽ കാണുന്നില്ലേ, അത് 1 വയസ്സ് മാത്രം. ഇന്നലെ ഞങ്ങൾ വന്ന ദിവസം ഉച്ചയ്ക്ക് ഉണ്ടായതാണ്. ഒറ്റ ദിവസമേ ഉള്ളൂ. അതുപോലെ എന്താണ് നാടൻ പശുക്കളുടെ ലക്ഷണം എന്ന് സ്വാമിജി പറഞ്ഞു തന്നു. ഈ ഹമ്പ് മാതിരി കഴുത്തിൻ്റെ ബാക്കിലുള്ള ഹമ്പും കഴുത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണില്ലേ, ഇതാണ് നാടൻ പശുക്കളുടെ ലക്ഷണം എന്ന് സ്വാമിജി പറഞ്ഞു തന്നു. ഇവരുടെ പേരും ഇവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കണോ എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ക്യൂട്ടായിട്ടുള്ള ഇവിടെ വിട്ടു വരാനേ എനിക്ക് തോന്നില്ലായിരുന്നു. പക്ഷെ ബാക്കി സ്ഥലം ചുറ്റി കാണണമല്ലോ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ യജ്ഞവും യാഗവും ഒക്കെ നടക്കണം അവിടത്തോട്ടാണ് പോയത്. ഇവിടെയാണ് അതെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഓഡിറ്റോറിയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 1000 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നവരാത്രി സമയത്താണ്. ഈ സ്റ്റേജിലാണ് ഗൊലു വെക്കുന്നത്. ആ സമയത്ത് ഡെയിലി 1000കണക്കിന് ആൾക്കാർ ഈ അമ്പലത്തിൽ വരാറുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് സ്വാമിജി അമ്പലത്തിന് ചുറ്റിയുള്ള സ്ഥലങ്ങൾ നമ്മളെ കാണിക്കുകയാണ്.
ഇവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. മാവ്, തെങ്ങ്, സപ്പോട്ട, പോമഗ്രാനറ്റ്, മുരിങ്ങ, അങ്ങനെ ഒത്തിരി മരങ്ങളും ചെടികളും, നമ്മുടെ നാടൻ ചെടികളും ഹൈബ്രിഡ് ചെടികളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഇപ്പം കാണിച്ച ഈ ബിൽഡിങ്ങിലാണ് സ്വാമിജിയും അമ്പലത്തിലെ പൂജാരിമാരും താമസിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഈ അമ്പലം ചുറ്റി വരാൻ പോവുകയാണ്. അവിടുത്തെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ചോള, പല്ലവ, വിജയനഗര സ്റ്റൈലിലുള്ള വാസ്തുശില്പകലയാണ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 2018 ഇവിടുത്തെ പ്രതിഷ്ഠ ഇത് ചെയ്തത്. തേജോമേനന്ദജിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ചടങ്ങുകളെല്ലാം നിർവഹിച്ചത്. അങ്ങനെ 2018 തൊട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ അമ്പലം തുറന്നു കൊടുത്തു. അതിന് ചുറ്റി ഇതാ ഇങ്ങനെ നിറയെ മരങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് നാഗദൈവങ്ങളുടെ നാഗേശി, നാഗരാജാവ് നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിഷ്ഠകൾ കൊണ്ട് അവിടവും കണ്ട് ചെടികളും മരങ്ങളും ഒക്കെ കണ്ട് നമ്മൾ ഇതിൻ്റെ മുൻപിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെയായിട്ടാണ് നാഗദൈവങ്ങളുടെ ഇതുള്ളത്. ഇവിടെ പഞ്ചായത്ന എന്ന് പറയുമ്പോൾ 5 പ്രതിഷ്ഠകളാണുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് സൂര്യഭഗവാന്റേതാണ്, പിന്നുള്ളത് വിഷ്ണു ഭഗവാൻ, പിന്നെ ഗണപതി ഭഗവാൻ, പിന്നെ ശിവഭഗവാൻ. അത് സ്ഫടിക രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് ഇതാ ഇങ്ങനെ വലിയ 2 ലില്ലിയുടെ വാട്ടർ ലില്ലി, അതായത് നമ്മുടെ ആമ്പലിൻ്റെ തൊടികൾ ഇറക്കി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. രാവിലത്തെ അമ്പലത്തിൻ്റെ വെളിയിലുള്ള വ്യൂവും അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്. ഇവിടെ ഇരുന്ന് ധ്യാനിക്കാനും നമ്മൾ നാമം ജപിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. സ്വാമിജി നമ്മളോട് ഇതിൻ്റെ ഈ അമ്പലം ഉണ്ടാക്കിയതിൻ്റെ കഥകളെല്ലാം പറഞ്ഞു തന്നു. രാവിലെ നമ്മൾ ഓരോ ദിവസവും ഞാൻ താമസിച്ച 2 ദിവസവും എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ എനിക്ക് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. ആ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് മറക്കാൻ പറ്റത്തില്ല. ശേഷാചല ഹിൽസിൽ നിന്നുള്ള സെക്കൻഡ് ഡേയിലത്തെ സൂര്യ ഭഗവാന്റെ ആ ഒരു സൂര്യ ഉദയമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത്ര ഭംഗിയാണ്, ഇത് നമുക്ക് മറക്കാനേ പറ്റില്ല. അങ്ങനെ 2 ദിവസം അവിടെ താമസിച്ച് ഞങ്ങൾ 20 പേര് മനസ്സും തൃപ്തിയായി വളരെ സന്തോഷത്തോടെ ചെന്നൈക്ക് തിരിച്ചു വന്നു. നിങ്ങൾ കടപ്പയിൽ പോവുകയാണെങ്കിൽ കടപ്പ കല്ലിന് മാത്രമല്ല ഫേമസ്, അവിടെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിറയെ വാങ്ങിക്കാൻ കിട്ടും. കടപ്പ ബിരിയാണി ഫേമസ് ആണ്. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ എന്നല്ല, ഈ അമ്പലം തീർച്ചയായും പോയി കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.